ഒരു മലയാളം പൊളിറ്റിക്കൽ മൂവിയാണ്. അൺകറപ്റ്റഡ് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കടയ്ക്കൽ ചന്ദ്രൻ. അദ്ദേഹം സഭയിലൊരു ബില്ല് കൊണ്ടുവരുന്നു, റൈറ്റ് ടു റീകോൾ. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധികൾ അവരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നില്ലെങ്കിൽ അവരെ വോട്ട് ചെയ്ത് വീണ്ടും തിരിച്ചെടുക്കാം, റൈറ്റ് ടു റീകോൾ. പക്ഷേ ആ ബില്ല് സഭയിൽ പരാജയപ്പെട്ടു പോകുന്നു. അതിൻ്റെ പേരിലുണ്ട് അവിശ്വാസ പ്രമേയത്തിൽ ഇയാൾ രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ച് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഇയാൾ സഭയിൽ നടത്തുന്നൊരു പ്രസംഗമുണ്ട്. അതിൻ്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: കുറേ കൂടി നന്ദി കാണിക്കണ്ടേ സാർ അവരോട്. ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാം തരുന്നത് അവരാണ്. നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നമ്മുടെ TV, ഫ്രിഡ്ജ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇട്ടിരിക്കുന്ന വസ്ത്രം, ഇതെല്ലാം തരുന്നത് അവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഭരിക്കേണ്ടത്. നമ്മളെ കാണുമ്പോൾ അവരല്ല, അവരെ കാണുമ്പോൾ നമ്മളാണ് സാർ എഴുന്നേറ്റ് നിൽക്കേണ്ടത്. രാഷ്ട്രീയം എന്നെ സംബന്ധിച്ച് ജനങ്ങളുടെ മേൽ അധികാരവും ആധിപത്യവും സ്ഥാപിക്കാനുള്ള ആയുധമല്ല. രാഷ്ട്രീയം എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് ചേർന്ന് നിന്ന് നന്മ പ്രവർത്തിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. ഞാനിവിടെ ഈ രാഷ്ട്രീയം എന്ന വാക്കെടുത്ത് മാറ്റിയിട്ട് പൗരകത്വം ചേർത്ത് വായിക്കുകയാണേ. പൗരകത്വം എന്നെ സംബന്ധിച്ച് ജനങ്ങളുടെ മേൽ അധികാരവും ആധിപത്യവും സ്ഥാപിക്കാനുള്ള ആയുധമല്ല, ജനങ്ങളോട് ചേർന്ന് നിന്ന് നന്മ പ്രവർത്തിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. ഇത് ഗോസ്പല് ഇതാണ് സംസാരിക്കുന്നത്. ഇത് ഗോസ്പലിൽ ഈശോ എന്നോട് മാത്രമായി സംസാരിക്കുകയാണ്. നീ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. നീ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് നീ നിൻ്റെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. സത്യമായിട്ടും ഈശോ എനിക്ക് നൽകുന്നൊരു ഓർമ്മപ്പെടുത്തലാണിത്.